പപ്പ കുഞ്ഞിനെ വാരിപ്പുണർന്ന് അരികിലിരുന്നു. പുറത്ത് നിലാവെളിച്ചം മുറിയിലേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. കുഞ്ഞ് ചോദിച്ചു, പപ്പ, സ്വർഗം എവിടെയാ? പപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു അത്ഭുതകരമായ സ്ഥലമാണ് മോളെ. അവിടെ സങ്കടങ്ങളില്ല, കരച്ചിലില്ല. അവിടെ എല്ലായിടത്തും യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. അപ്പച്ചൻ പറഞ്ഞു, നമ്മുടെ നല്ല ദൈവം എല്ലാ കുട്ടികളെയും ഒരുപാട് സ്നേഹിക്കുന്നു. യേശു അപ്പച്ചനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പപ്പ ബൈബിളിലെ ഒരു വരി ഓർത്തു. യേശു അവരോട്, ശിശുക്കളെ വിടുവിൻ, എന്റെ അടുക്കൽ വരുവാൻ അവരെ തടയരുതു, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അവിടെ മാലാഖമാർ പാട്ടുപാടും, ആകാശം എപ്പോഴും സുന്ദരമായിരിക്കും. നമ്മൾ അവിടെ പോകുമ്പോൾ യേശു നമ്മളെ ചേർത്ത് പിടിക്കും. അത് സങ്കല്പിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല കുളിർമയാണ്. പപ്പ കുഞ്ഞിന്റെ കവിളിൽ ഉമ്മ വെച്ചു. അതുകൊണ്ട് പേടിക്കണ്ട മോളെ, നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു സ്നേഹഭവനമാണ് സ്വർഗം. അവിടെ നമ്മൾ എപ്പോഴും സുരക്ഷിതരാണ്. കുഞ്ഞ് കണ്ണടച്ചു സന്തോഷത്തോടെ ഉറങ്ങാൻ തുടങ്ങി. അവിടെ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട്. പപ്പ തുടർന്നു, വാടാത്ത പൂക്കളും പാട്ടുപാടുന്ന പക്ഷികളും അവിടെയുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും അവിടെ ഒന്നിച്ചുണ്ടാകും. സ്വർഗത്തിലെ വഴികൾ സ്വർണം പോലെ തിളങ്ങുന്നതാണ്. അവിടെ രാത്രിയില്ല, കാരണം ദൈവത്തിന്റെ വെളിച്ചം എപ്പോഴും അവിടെയുണ്ടാകും. ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമേയില്ല. പപ്പ പതിയെ പറഞ്ഞു, നമ്മളിവിടെ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ എന്റെ മോൾ സമാധാനമായി ഉറങ്ങിക്കോ. മാലാഖമാർ നിനക്ക് കാവലിരിക്കും. നിന്റെ സ്വപ്നങ്ങളിൽ നീ ആ മനോഹരമായ സ്വർഗരാജ്യം കാണും. പപ്പ അവളുടെ നെറ്റിയിൽ തലോടി. കുഞ്ഞ് ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. സ്വർഗത്തിന്റെ സ്നേഹവും സമാധാനവും ആ കൊച്ചുമുറിയിൽ നിറഞ്ഞു നിന്നു.